പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം സംസാരിക്കുകയാണ്: അതുപോലെ നിങ്ങൾ ഇപ്പോഴും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു സന്തോഷം ഈശോ ഇന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. പലപ്പോഴും സമ്മർദ്ദങ്ങളും അസ്വസ്ഥതകളും വേദനകളും ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോൾ ഈശോ വെച്ച് നീട്ടുന്ന ഈ സന്തോഷത്തിനു വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്നൊരുക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ ഈ സന്തോഷം ഈശോയുടെ ശിഷ്യന്മാരിൽ നിറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈശോ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിക്കുകയാണ്. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് തിരുവചനം പറയുക. ഈശോ തൻ്റെ മുറിവുകളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്ന്. ഇത് ഒരു ക്ഷണമാണ്. നീയും നിന്റെ മുറിവുകളെ എൻ്റെ മുറിവുകളോട് ചേർത്ത് വച്ചാൽ ഈ സമാധാനവും സന്തോഷവും നിനക്കും സ്വന്തമാക്കാം എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈശോയുടെ മുറിവുകളാലാണ് നമുക്ക് സൗഖ്യവും സന്തോഷവും ലഭിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മിലെ മുറിവുകളെ, വേദനകളെ, ഒറ്റപ്പെടലുകളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ മുറിവുകളോട് നമ്മുടെ മുറിവുകളും വേദനകളും ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യ ഈശോ ഈ തിരുവചന സന്ദേശം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരിലും തൻ്റെ സൗഖ്യവും സമാധാനവും നിറയ്ക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.